ബൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർ 24 പ്രോബ്ലം ഓവർവ്യൂ. ഓക്കെ, കാർ 24 പ്രോബ്ലം വെച്ചിട്ട് ലീനിയർ റിഗ്രഷൻ മുഖേന നമുക്ക് റിഗ്രഷൻ എന്നുള്ള മെഷീൻ ലേണിംഗ് ML ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാം. കാർ 24 ഡാറ്റ നിങ്ങളൊരു ഡാറ്റ സയൻറ്റിസ്റ്റ് കാർ 24 ആണ്. ഇതിൻ്റെ നമ്മളെ ഡ്യൂട്ടി എന്താണ്? പ്രീ ഓണേഡ് കാർസ് സെല് ചെയ്യണം. പക്ഷേ ഇതിൽ നമ്മൾ ഡാറ്റ സയൻറ്റിസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക് പ്രൈസിങ് ഓൾഡ് കാറിന് ഓട്ടോമാറ്റിക് പ്രൈസിങ് മെക്കാനിസം അഥവാ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഫീച്ചേഴ്സിൽ മേക്ക്, മോഡൽ, മൈലേജ്, ഓഡോമീറ്റർ, സർവീസ് ഹിസ്റ്ററി ഒരുപാടുണ്ടാവും. ഇതെല്ലാം അനാലിസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കണം, ഈ ഫീച്ചേഴ്സുകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റകൾ അനാലിസ് ചെയ്തിട്ട് നമുക്കൊരു മോഡൽ പ്രൊഡിക്റ്റ് ചെയ്യണം. അതാണ് നമ്മളെ പരിപാടി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒന്നുകൂടി സെയിം സംഭവം തന്നെയാണ് ഈ സ്ലൈഡിലുള്ളത്. എന്താ വെച്ചാൽ നമ്മളെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യും. എന്തെല്ലാം ഫീച്ചേഴ്സിൻ്റെ മൈലേജ്, മോഡൽ, എക്സെട്ര, ഏജ് എന്തെല്ലാം ഉണ്ടാകും അതെല്ലാം ഒരു മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊരു ഔട്ട്പുട്ട് കിട്ടും? പ്രൈസ് ഓഫ് കാർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇതാണ് നമ്മൾ ഈ മോഡലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൊഡിക്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ടാർഗറ്റ്. പ്രൊഡിക്റ്റഡ് വാരിയബിൾ എന്ന് പറയുന്നതാണ് ടാർഗറ്റ് വാരിയബിൾ. ഓക്കെ, അപ്പോൾ ഈ ടാർഗറ്റ് വേരിയബിൾ നമുക്ക് എന്താക്കാം? കണ്ടിന്യൂസ് ഇപ്പോൾ കാർ പ്രൊഡിക്ഷനിൽ ടാർഗറ്റ് കാർ പ്രൈസ് ഒരു ആൾവേസ് എന്താണ്, രണ്ട് ടൈപ്പിലാണ് ടാർഗറ്റ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാറ്റഗോറിക്കൽ വാല്യൂ ആണെങ്കിൽ അതിനെ സൂപ്പർവൈസ് അൽഗോരിതം യൂസ് ചെയ്യും. പക്ഷെ കാറിൻ്റെ പ്രൈസ് എപ്പോഴും എന്താ, ഒരു ഉദാഹരണത്തിന് 10,000 വരാം, 10,500 വരാം, അല്ല 10,000.01 വരാം, അങ്ങനെ ഏതും വരല്ലോ. അപ്പോൾ കണ്ടിന്യൂസ് വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് റിഗ്രഷൻ ടൈപ്പ് മോഡലാണ് ഈ പ്രോബ്ലം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നമ്മൾ ആദ്യം നോക്കുന്നത് ഡാറ്റകളാണ്. ഈ ഡാറ്റകൾ എല്ലാം സംഭവം ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ ഡാറ്റ സെല്ലിംഗ് പ്രൈസ്, കിലോമീറ്റർ ടൺ, മൈലേജ്, എൻജിൻ മാക്സിമം പവർ, ഏജ്, മേക്ക്, മോഡൽ, ഇത്ര കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻ ലേണിംഗ് മോഡലിൽ ഇൻപുട്ടായിട്ട് കൊടുക്കണമെങ്കിൽ എല്ലാം എന്താണ്, ന്യൂമറിക്കൽ ഡാറ്റ ആണ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഈ ഡാറ്റ സെറ്റിൽ നമുക്ക് എന്തുണ്ട്? മേക്ക് ആൻഡ് മോഡൽ, ഈ രണ്ട് സാധനം കാറ്റഗറിക്കൽ ഡാറ്റ. അപ്പോൾ ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ കാറ്റഗറിക്കൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ന്യൂമറിക്കൽ ആക്കണം. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ സെല്ലിംഗ് പ്രൈസ് കിലോമീറ്റർ ഡ്രിവണ് എന്താണ്, വെരി ഹൈ കിലോമീറ്റർ ആണ്. അല്ല കണ്ടോ, വെരി ഹൈ കിലോമീറ്റർ ആണ്, 12,000. പക്ഷെ അതിൻ്റെ ഏജ് കോളാണെങ്കിൽ ചെറിയ വാല്യൂകളാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറെൻറ്റ് റേഞ്ചസ് ആണ്. അപ്പോൾ അതിനൊന്ന് ഒരു നോർമലൈസ് ചെയ്ത റേഞ്ചിലേക്ക് മാറ്റണം. ഇത്ര കാര്യങ്ങളൊന്നും ഈ ഡാറ്റ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്താക്കാൻ പറ്റുള്ളൂ, ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റഗോറിക്കൽ വാരിയബിളിനെ നമുക്ക് എന്താക്കാം, ന്യൂമറിക്കൽ വാല്യൂക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വൺ ഹോട്ട് എൻകോഡിങ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വൺ ഹോട്ട്, ഉദാഹരണത്തിൽ ഇവിടെ മാരുതി ഉണ്ട്, മേക്കിൽ എന്താ മാരുതി ഉണ്ട്, മാരുതി ഉണ്ടായി.
അപ്പോൾ ഇതിന് ഈ കോളം അതേപോലെ നമ്മൾ മൈലേജ് ഇതേപോലെ എഴുതി. പിന്നെ അതുപോലെ തന്നെ മാരുതി എന്ന് പറഞ്ഞാൽ നമ്മൾ മാരുതി എന്ന് വരുന്നിടത്ത് നമ്മൾ എന്താക്കി 1 എന്ന് കൊടുത്ത്, ബാക്കി നമ്മൾ ഈ എത്ര കാറ്റഗറി ഉണ്ടോ അത്ര കാറ്റഗറികൾ തന്നെ എല്ലാം കോളാക്കിയിട്ട് എഴുതി. മാരുതി, ഹുണ്ടായി, BMW. മാരുതി എന്നുള്ളതിന് 1 കൊടുത്ത് ബാക്കിയുള്ളതിനൊക്കെ 0 കൊടുത്തു. മനസ്സിലായില്ലേ? ഇനി അടുത്തത് 12 കിലോമീറ്റർ ആണ്, ഹുണ്ടായി ആണ്. അപ്പോൾ ഇവിടെ 0 1 0. ദെൻ 13 കിലോമീറ്റർ മാരുതി തന്നെയാണ്. അപ്പോൾ ഇവിടെ 1 ബാക്കിയുള്ളതെല്ലാം 0. എന്നാൽ 14 കിലോമീറ്ററിൻ്റെ മൈലേജ് 16 കിലോമീറ്റർ. അപ്പോൾ വീണ്ടും 1 0 0. ഇനി 12 മൈലേജ് ഉണ്ട്, 0 0 ഉണ്ടായത് 1. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നതിനാണ് എന്താണ് വൺ ഹോട്ട് എൻകോഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് കാറ്റഗറിക്കൽ വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ ആക്കി മാറ്റാം. പക്ഷെ ഇങ്ങനെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് മെഷീൻ ലേണിംഗിൽ മോഡലിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാനുള്ള പറ്റും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ഇവിടെ വെറും 3 മാരുതി, ഹുണ്ടായി, BMW ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മളെ മെഷീൻ ലേണിംഗ് മോഡലിലൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് വരും. ഇതിനാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫീച്ചേഴ്സ് വരുമ്പോൾ ഇതിൻ്റെ ഡയമെൻഷനാലിറ്റി വരെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ മോഡൽ നമുക്ക് ഈ രീതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ മോഡൽ നോക്കണം. അപ്പോൾ വ്യത്യസ്തമായ മോഡലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കൺവേർട്ടിംഗ് കാറ്റഗറിക്കൽ ഡാറ്റ ഇൻറ്റു ന്യൂമറിക്കൽ മെഷീൻ ലേണിംഗ്, ന്യൂമറിക്കൽ മെഷീൻ ലേണിംഗ്. ഓക്കെ, പ്രസൻറ്റേഷൻ ബൂലിയൻ അനാലിസിസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ, ചെറിയൊരു ഇത് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വൈ കൺവേർട്ട് ദ കാറ്റഗറിക്കൽ ഡാറ്റ. എന്തിനാണ് ആദ്യം ഓൾറെഡി പറഞ്ഞ റീസൺ. ML മേക്ക് വർക്ക് വിത്ത് ന്യൂമറിക്കൽ ഇൻപുട്ട് ഓൺലി. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ കാറ്റഗറിക്കൽ വേരിയബിൾ നീഡ് കൺവേർഷൻ ഫോർ അൽഗോരിതം, റിഗ്രഷൻ, SVM, ഇങ്ങനത്തെ ഒരുപാട് വ്യത്യസ്തമായ അൽഗോരിതം ഉണ്ട്. അതിനെല്ലാം കാറ്റഗറിക്കൽ വാല്യൂവിനെ നമുക്ക് എന്താക്കി കൊണ്ടുവരണം, ന്യൂമറിക്കൽ വാല്യൂ ആക്കി മാറ്റേണ്ടി വരും. ഓക്കെ, എക്സാമ്പിൾ കളർ റെഡ്, ബ്ലൂ, ഗ്രീൻ, ഇതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. cannot be used directly മോഡൽ ഡാറ്റ ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് മെത്തേഡ് ലേബൽ എൻകോഡിംഗ് ആണ്. ഈ ലേബൽ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ലേബൽ കൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ അസൈൻ ഇൻറ്റിജർ വാല്യൂ ടു ഈച്ച് കാറ്റഗറി. നമ്മളുടെ കളർ ഉണ്ടല്ലോ, നേരത്തെ എക്സാമ്പിൾ എടുത്ത റെഡ്, ഗ്രീന്, ബ്ലൂ, ഇതിന് ഇൻറ്റിജർ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. റെഡിന് 0 കൊടുക്കും, ഗ്രീനിന് 1 കൊടുക്കും, ഓക്കെ, ബ്ലൂവിന് 2. ഇതേ രീതിയിൽ കൊടുക്കുന്നതിനാണ് എന്ത് ലേബൽ എൻകോഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് പ്രത്യേകത ഉണ്ട്. ഇത് മിസ്ലീഡ് ഇഫ് ഡാറ്റ ഈസ് നോർമൽ, ദാറ്റ് മീൻസ് അൺഓർഡേർഡ് ഡാറ്റ ആണെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ RGB എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈമറി കളർ റെഡ്, ഗ്രീൻ, ബ്ലൂ, ഓക്കെ, പ്രൈമറി കളർ ആയതുകൊണ്ട് നമുക്ക് ഇത് ഓർഡറിലാണ് സാധാരണ പറയില്ല. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ 0 1 2 പറഞ്ഞിട്ട് കൊടുക്കാം. പക്ഷേ നോമിനൽ മീൻസ് അൺഓർഡേർഡ് ഡാറ്റകളാണെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് മെത്തേഡ് നോക്കുന്നത്. ഇതാണ് വൺ ഹോട്ട് എൻകോഡിംഗ്. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. എന്താ വെച്ചാൽ ക്രിയേറ്റ് ബൈനറി കോളം ഫോർ ഈച്ച് കാറ്റഗറി. കാറ്റഗറിൻ്റെ ബൈനറി കോളം ഉണ്ടാക്കുകയാണ്. അതിൽ ബെസ്റ്റ് ഫോർ നോമിനൽ കാറ്റഗറി. അൺഓർഡേർഡ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? റെഡ് ഉള്ളതിന് 1 കൊടുത്ത്, ഗ്രീൻ ഉള്ളതിന് സെക്കൻഡ് 1 ആണ് ഗ്രീൻ. അതുകൊണ്ട് നമ്മൾ എക്സാമ്പിൾ RGB ഇതാണ്. ഓക്കെ, സെക്കൻഡ് 1 ഗ്രീൻ വരുന്നത് നമ്മൾ 1 കൊടുക്കും. ദെൻ ബ്ലൂ ആണ് തേർഡ് 1, അപ്പോൾ അതിന് കൂടെ 1 കൊടുക്കും. ഇത് ഓൾറെഡി പറഞ്ഞു. ഇതിന് നേരത്തെ അതിൻ്റെ ഡ്രോബാക്ക് പറഞ്ഞ് ഹൈ ഡയമെൻഷനാലിറ്റി വരും. അപ്പോൾ അത് അങ്ങനെ ഒരു ഡ്രോബാക്ക് അതിനുണ്ട്. നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓർഡിനൽ എൻകോഡിംഗ് ഉണ്ട്. ഇത് കൺവേർട്ട് ദ ഓർഡേർഡ് categories to increase the integers. ഉദാഹരണം, റാങ്ക്ഡ് ഓർ ഓർഡർ ഡാറ്റ ആണെങ്കിൽ കാറ്റഗറി അനുസരിച്ചിട്ട് നമ്മൾ ഇൻക്രീസ് ഇൻറ്റീജേഴ്സ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സ്മാൾ, മീഡിയം, ലാർജ്. ഇതൊരു സ്മാളിലുള്ള നമുക്ക് 0 കൊടുക്കുക, മീഡിയം ഉള്ള 1 കൊടുക്കുക, ലാർജ് ഉള്ള 2. ഇതൊരു ഓർഡേർഡ് ഡാറ്റയാണ്. അല്ല റാങ്ക് വൈസിലാണെങ്കിൽ മനസ്സിലായില്ലേ, സ്മാളിന് 0 നമ്മൾ കൊടുക്കാം,
ഇങ്ങനെ ഓർഡേഡ് ആണെങ്കിൽ നമുക്ക് ഈ ഓർഡിനൽ എൻകോഡിങ് കൊടുക്കാം. ഓർഡേഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ബൈനറി എൻകോഡിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താണ് കൺവേർട്ട് കാറ്റഗറി ടു ബൈനറി, ദെൻ സ്പ്ലിറ്റ് ഇൻ ടു കോളം. ഓക്കെ. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഹൈ കാർഡിനാലിറ്റി കാറ്റഗറിയാണ്. ഇനി സിറ്റി നെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഓരോ കാറ്റഗറി ഓരോ ഡാറ്റകളെയും നമുക്ക് എന്താക്കാം 0, 1, 2, 3 എന്നുള്ള നമ്പർ വെച്ചിട്ട് അനാലിസ് കൊടുക്കുക. എന്നിട്ട് ഓരോന്നിനും 0 കറസ്പോണ്ട് ബൈനറി കാറ്റഗറിനെ നെക്സ്റ്റ് 0 ആക്കണം. 0 പിന്നെ 1 ആണെങ്കിൽ ഇതിൻ്റെ ബൈനറി 0, 0, 1, 2 ആണെങ്കിൽ 0, 1, 0 അങ്ങനെ കൊടുത്തിട്ട് പോകും. അതാണ് ബൈനറി എൻകോഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. വ്യത്യസ്തമായ രീതികളുണ്ട് എന്ന് മാത്രം പറയുന്നു. ഫ്രീക്വൻസി ഓർ കൗണ്ട് എൻകോഡിങ്, ഇതിലെന്താ വെച്ചാൽ വേരിയബിൾ കാറ്റഗറി വിത്ത് കൗണ്ട് ഓഫ് ഒക്യുറൻസ്, എത്ര പ്രാവശ്യം വരുന്നുണ്ട് കൗണ്ടിനനുസരിച്ച് നമ്മൾ കാറ്റഗറി റീപ്ലേസ് ചെയ്യും. ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്ന ലാർജ് ഡാറ്റ സെറ്റിലാണ്. ഇത് യൂസ്ഫുൾ ട്രീ ബേസ്ഡ് മോഡൽ. അപ്പോൾ ട്രീ ബേസ്ഡ് മോഡലിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ABC എന്നാണെങ്കിൽ എക്ക് നമ്മൾ 3 കൊടുത്ത്, ബിക്ക് 2 കൊടുത്ത്, സിക്ക് 1 കൊടുത്ത്, ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യണം. ഓക്കെ. ഇത് പൈത്തൺ കോഡിൽ എങ്ങനെയാണ് ഈ എൻകോഡിങ് കൊടുക്കുക, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുക്കുന്നത്. ഇതെല്ലാം ഈ എൻകോഡിങ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടില്ല നമുക്ക് ഈ ഫ്രം sklearn ഡോട്ട് പ്രീ പ്രോസസ്സിംഗ് ഇമ്പോർട്ട് ലേബൽ എൻകോഡർ. ഇതൊരു ലൈബ്രറിയാണ്. അതേപോലെ ലേബൽ എൻകോഡറിന് പകരം എന്താക്കാം, ഓർഡിനൽ മാത്രമാണെങ്കിൽ ഓർഡിനൽ എൻകോഡർ കൊടുക്കുക. രണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് കൊടുത്താൽ മതി. ഇമ്പോർട്ട് പാഡാസ് PD, അപ്പോൾ നമ്മൾ ആദ്യം പാണ്ടാനെ ഇമ്പോർട്ട് ചെയ്യും. പിന്നെ ലേബൽ എൻകോഡിങ് ആണെങ്കിൽ ആദ്യം ഈ ലേബൽ എൻകോഡർ എന്നുള്ള ആ ലൈബ്രറിന് ലേബൽ എൻകോഡർ എന്നുള്ളതിന് ആ ഫംഗ്ഷൻ നമ്മൾ ഒരു empty വേരിയബിളിലേക്ക്, ഓക്കെ, LE എന്നുള്ള ഒരു empty വേരിയബിളിലേക്ക് നമ്മൾ ലോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ലേബൽ എൻകോഡറിന് അതിന് ശേഷം നമ്മൾ ഈ കാറ്റഗറി DF എന്ന് പറഞ്ഞ ഡാറ്റ സെറ്റ്, അതിൽ കാറ്റഗറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോളത്തിന് LE.fit transform എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് കൊടുക്കും. എന്നിട്ട് ഈ കാറ്റഗറി കോളം അതേപോലെ കൂടെ എഴുതി കൊടുക്കും. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ കാറ്റഗറി എല്ലാം ഈ ലേബൽ എൻകോഡർ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ലേബൽ എൻകോഡിങ് ചെയ്തിട്ട് കിട്ടും. ആ കാറ്റഗറി എല്ലാം ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ. ഇതേപോലെ തന്നെ വൺ ഹോട്ട് ആണെങ്കിലും ഇതേപോലെ തന്നെ കൊടുക്കുക. PD.get ഡമ്മീസ്. ഓക്കെ, ഡമ്മീസ് കൊടുക്കും. അതിൻ്റെ ശേഷം നമ്മൾ ഡാറ്റ ഇവിടെ കൊടുക്കും. ഓർഡിനൽ ആണെങ്കിൽ ഇത് OEന്ന് കൊടുത്തിട്ട് ആ വാരിയബിളിലേക്ക് നമ്മൾ ഓർഡിനൽ എൻകോഡറിനെ ലോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾക്ക് ഡാറ്റ ഏതാണോ സൈസ് ആണെങ്കിൽ ആ സൈസ് y.fit ട്രാൻസ്ഫോം ആ സൈസ് നമ്മൾ കൊടുക്കും. ഈ രീതിയിലാണ് നമ്മൾ എൻകോഡിങ് നമ്മൾ പൈത്തണിൽ ചെയ്യൽ. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ അതിൻ്റെ സമ്മറി നമ്മൾ പഠിച്ചത്. ഇതിൻ്റെ സമ്മറിയാണ് ഇവിടെ നോക്കുന്നത്. ലേബൽ എൻകോഡിങ് ആണെങ്കിൽ ടൈപ്പ് നമ്മളിവിടെ പറയുന്നു, അതുപോലെ എപ്പോൾ യൂസ് ചെയ്യുന്നു പറയുന്നു. ലേബൽ എൻകോഡിങ് ഓർഡിനലാണ്. ഓക്കെ. ഓർഡേഡ് കാറ്റഗറി ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും. വൺ ഹോട്ട് എൻകോഡിങ് ആണെങ്കിൽ നമ്മൾ നോമിനലാണ് നമ്മൾ ഡാറ്റ, അഥവാ ഡിസ്റ്റിങ് കാറ്റഗറി. ഓക്കെ. ഓർഡിനൽ എൻകോഡിങ് ഓർഡിനൽ ആയിരിക്കണം ടൈപ്പ്. അതേപോലെ തന്നെ നോമിനൽ മീൻസ് നോൺ ഓർഡേഡ്, ഓർഡർ ഇല്ലാത്ത റാങ്ക് ടൈപ്പ് ഡാറ്റയിൽ നമുക്ക് യൂസ് ചെയ്യാം. ബൈനറി എൻകോഡിങ് ഓർഡർ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നോമിനൽ ഡാറ്റയാണ് ഹൈ കാർഡിനാലിറ്റി ഉണ്ടെങ്കിൽ, വ്യത്യസ്തത ഇപ്പോൾ ടൗൺ എന്നൊക്കെ പറയുമ്പോൾ വ്യത്യസ്തമായ ഒരു 10-100 ടൗൺ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ബൈനറി എൻകോഡിങ് യൂസ് ചെയ്യാം. കൗണ്ട് എൻകോഡിങ് എനി ടൈപ്പിൽ യൂസ് ചെയ്യാം. ആൻഡ് ഓർഡർ ഡസൻറ്റ് മാറ്റർ, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് കൗണ്ട് എൻകോഡിങ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. അപ്പം എന്തെങ്കിലും ഇത് കേട്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഭൂനി അനാലിസിസിൻ്റെ വാട്സപ്പ് നമ്പർ ഇതാണ്, ഇമെയിൽ ID ഇതാണ്, ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.